നിങ്ങൾ നായര് പിടിച്ച പുലിവാൽ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണണം. നല്ല സിനിമയാണ്. ഞാൻ പറയാൻ പോകുന്നത് മോദി പിടിച്ച പുലിവാലിനെ കുറിച്ചാണ്. ആസാം മുതൽ കർണാടക വരെ 2 ഡസനിലധികം കേസുകൾ രാഹുൽ ഗാന്ധിയുടെ പേരിലുണ്ട്. ഓരോ കേസിലും 2-3 പ്രാവശ്യം കോടതിയിൽ ഹാജരായി കഴിഞ്ഞു. ഭാരത് ജോഡോ യാത്ര കഴിയുന്നത് വരെ എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ മനുഷ്യൻ കോടതിയിൽ പോകുന്നിടത്തെല്ലാം ലക്ഷങ്ങൾ തടിച്ചുകൂടാൻ തുടങ്ങി. ഇവിടുത്തെ സാധാരണക്കാരുമായി ഇടപഴകാൻ തുടങ്ങി. ചെരുപ്പ് കുത്തി ട്രെയിൻ ഡ്രൈവർ, ഡെലിവറി ബോയ്സ്, ബസ്സുകളിലെ യാത്രക്കാർ എന്നിങ്ങനെ നീളും കണ്ടുമുട്ടിയവർ. സത്യം പറയാലോ, കേസിന്റെ പിന്നാലെ നടന്ന സമയം കളഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് സമയം കിട്ടാത്ത രാഹുൽ ഗാന്ധിയായിരുന്നു അവർ സ്വപ്നം കണ്ടത്. പക്ഷേ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന യഥാർത്ഥ ലീഡർഷിപ്പാണ് പിന്നീട് രാജ്യം കണ്ടത്. ഇനി കാണാനുള്ളത് കേസുകൾ എഴുതി തള്ളുക, പരാതിക്കാർ കോടതിയിൽ ഹാജരാവാതിരിക്കുക, ജഡ്ജിമാരെ സ്വാധീനിച്ച് കേസ് മാറ്റിവെപ്പിക്കുക എന്നീ കലാപരിപാടികളാണ്. അമേഠി ലോക്സഭാ സീറ്റിൽ മുൻപ് RND പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വർഷി ലെഹാരി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കാണാൻ UP-യിലെ സുൽത്താൻപൂർ കോടതിക്ക് പുറത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു ജനതയെ ജാതി മത ഭേദങ്ങൾക്കപ്പുറം ഒന്നിക്കാൻ 4000 കിലോമീറ്റർ നടന്ന മറ്റൊരു നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. താനിന്ന് രാഹുൽ ഗാന്ധിയുടെ കടുത്ത ആരാധകനാണ്. പാവങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി സധൈര്യം പോരാടുന്ന രാഹുലിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കാണണം. സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പ്രതീക്ഷയും വിശ്വാസവുമായി മാറുന്ന രാഹുൽ ഗാന്ധി.